അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മദീനയിലെ ഖുർആൻ പ്രസ് സന്ദർശിച്ചതിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതാ ഖുർആൻ പ്രസ്സിലേക്ക് ഞങ്ങൾ എത്തുന്നതിന് മുന്നേ കണ്ടൊരു മലയാണ് ഇതിട്ടാ. ഈ മലയിൽ മുകളിലാണ് ഇത്ര ദജ്ജാൽ വന്ന് ഇറങ്ങുക. അതിൻ്റെ മുകളിലായിട്ട് രാജാവിൻ്റെ കൊട്ടാരം കാണുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഖുർആൻ പ്രസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പുറത്ത് നോക്കുമ്പോൾ നല്ല ക്യൂ കാണാനുണ്ട്. ഞങ്ങൾ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ആളും കൂടി പിന്നിലായിട്ടുള്ളൂ. അപ്പോഴേക്കും പിന്നെ ആൾ നിർത്തുന്നത് മതിയാക്കിയിട്ടാണ്. ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. കുറച്ചും കൂടിയും സമയം വഴുകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിന്ന് കാണാനും പറ്റില്ല. പിന്നെ നമുക്ക് ഒരവസരം കിട്ടൂല. കാരണം പിറ്റേ ദിവസം നമ്മൾ മദീനത്ത് നിന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ എന്തായാലും അള്ളാനെ ഒരുപാട് സ്തുതിച്ചു. കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റിയതിന്. കുറച്ചധികം നേരമൊക്കെ ഞങ്ങൾക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നെങ്കിലും അൽഹംദുലില്ലാ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കടന്നതും പിന്നിൽ കുറച്ച് പേരും കൂടി ഉള്ളതെന്ന് പറഞ്ഞില്ലേ, അവർ കടന്നതും ഗേറ്റ് അടച്ചു. ഒന്നും കൂടി അള്ളാനെ സ്തുതിക്കുകയാണ് ഈ ഒരു അവസരം നഷ്ടപ്പെടാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയതിന്. പിന്നെ ഒരു അവസരം നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾ അള്ളാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിൽ കടന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ധാരണ ഇനിയിപ്പോൾ അതാ പ്രസ് തന്നെയാണ്, പ്രസ്സിൽ തന്നെയാണ് ഇപ്പോൾ കടന്നിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഉള്ളിൽ കടന്നപ്പോഴാണ് മനസ്സിലാവുന്നത് വലിയൊരു ലോകമാണ്. പ്രസ്സിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കുറേ ദൂരം ഉണ്ടെന്ന് മനസ്സിലായി. അകലെ ഇതാ കാണുന്നത് ആ ക്യൂവും ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ പ്രസ്സിലേക്ക് എത്തിപ്പെടാൻ കുറേ സമയം സ്ഥലം ഇനിയും ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും നല്ല മനോഹരമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും സ്ഥലം ഇങ്ങനെ വരി പതുക്കെ നീങ്ങുകയാണെങ്കിലും നമുക്കൊരു എന്താ പറയുക, ഒരു ബോറടി നമുക്ക് തോന്നില്ല. കാരണം അത്രയും ഭംഗിയുള്ള പൂന്തോട്ടങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. നമ്മളെ നാട്ടിൽ കാണാൻ കഴിയാത്ത വെറൈറ്റി ഫ്ലവർ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞു. ആദ്യമൊക്കെ കാണുന്ന ചെടികളൊക്കെ അതുപോലെ പൂക്കളൊക്കെ നമ്മളെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ. ചെണ്ടുമല്ലി, അതുപോലെ ബോഗൺവില്ല, ഇലച്ചെടികൾ ഒക്കെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ കാണുന്ന പോലെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ ഇതാ വെറൈറ്റി ഫ്ലവേഴ്സാണ് കാണുന്നതൊക്കെ. ഇത് ശരിക്കും ജിപ്സം ഫ്ലവറൊക്കെ പോലെ തോന്നിച്ചു. പിടിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. പിന്നെ ചിലതൊക്കെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെ നമുക്ക് അടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. ചിലതൊക്കെ പിന്നെ നമുക്ക് കുറച്ച് അകലെ നിന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. എന്തായാലും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സായിരുന്നു. പിന്നെ ഇതാ നമ്മളവിടെ നല്ലപോലെ ഉണ്ടായിരുന്നതാണല്ലോ ചിത്രക്കൂർക്കകൾ. ഇപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ ചിത്രക്കൂർക്ക കാണുന്നില്ല. ഇവിടെ പല തരത്തിലുള്ള ചിത്രക്കൂർക്കകളും നല്ല മനോഹരമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അരമണിക്കൂറോളായിട്ടുണ്ട് ഞങ്ങൾ നടന്നു തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റെപ്പുകളൊക്കെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി ഇതാ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോഴത്തെ ഒരു തിരക്കാണ് ഈ കാണുന്നത്. പതുക്കെ തന്നെ വരി നീങ്ങുന്നുള്ളൂ. നല്ല തിരക്കല്ലേ. പിന്നെ ഇതാ ഈ കാണുന്ന ഷെൽഫുകളിലായിട്ട് എല്ലാ രാജ്യക്കാരുടെയും ഖുർആൻ ഓരോ കള്ളി തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച്, കൊറിയൻ, സോമാലി, അങ്ങനെ അതെല്ലാ രാജ്യവും കാണുന്നുണ്ട്. പിന്നെ നമുക്ക് പതുക്കെ അങ്ങനെ സൂം ചെയ്തെടുക്കാനൊന്നും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ക്യൂ അല്ലേ, നമ്മൾ നീങ്ങിയാലല്ലേ പിന്നിലുള്ളവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ കുറേ ഷെൽഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നമ്മളെ മലയാളികളുടെ എത്തിയിട്ടുണ്ട്. ഇതാ കണ്ട, എന്താണ് നമ്മളെ മലയാളം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാ നമ്മളെ ഖുർആൻ അച്ചടിക്കുന്ന സ്ഥലം കണ്ടു തുടങ്ങി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഒരു ലോകം തന്നെയാണ് കേട്ടോ. എത്രയോ ഖുർആനുകളാണ് അടുക്കി വെച്ചിരിക്കുന്നത് കാണുന്നത്. നമ്മൾ മുകളിൽ നിന്നിട്ടേ കാണാൻ പറ്റൂ. താഴെയാണ് ഖുർആൻ അച്ചടിക്കുന്ന സ്ഥലവും ഖുർആൻ അടുക്കി വെച്ചിട്ടുള്ളതും അതിൻ്റെ യന്ത്രങ്ങളും എല്ലാം. അപ്പോൾ അത് കണ്ടില്ലേ, വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അടുക്കി വെക്കുന്നുണ്ട്. ഇതായി കാണുന്നതൊക്കെ ഖുർആൻ അടുക്കി വെച്ചിട്ടുള്ളത് തന്നെയാണ്. മാഷാ അല്ലാഹ്. നമ്മൾ ഖുർആൻ പ്രസിൻ്റെ ഉള്ളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും ഓരോ ഖുർആൻ ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ അതാ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോന്നാൽ കാണുന്നതാണ് ഖുർആൻ കാശ് കൊടുത്ത് വാങ്ങുന്ന സ്ഥലം. ഇവിടെ നമുക്ക് അവിടുന്ന് എല്ലാവർക്കും ഓരോ ചെറിയ ഖുർആൻ കിട്ടുമല്ലോ. പിന്നെ വലിയ അക്ഷരമുള്ള വലിയ ഖുർആൻ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പരിഭാഷയുള്ള ഖുർആനും അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ വേറെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാം. പുറത്തുള്ളതിനേക്കാളും റേറ്റ് കുറവുണ്ട് ഇവിടെ. പിന്നെ ഓരോരുത്തരും ഇവിടുന്ന് വാങ്ങുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന ഒരാൾ ഇവിടുന്ന് വലിയൊരു ഖുർആൻ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ ഖുർആൻ പ്രസ് കണ്ട സന്തോഷത്തിലും മദീനത്ത് നിന്നൊരു ഖുർആൻ ഞങ്ങൾക്ക് ഹദിയ കിട്ടിയതുമായി ആ സന്തോഷമൊക്കെ ആയി ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പോരുകയാണ്. ഇനി കുറച്ചുകൂടെ ചരിത്ര സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ബാക്കി മദീനത്തെ വിശേഷങ്ങളും ഉൾപ്പെടുത്താനുണ്ട്. അതെല്ലാം കൂടി വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും ബായ്.